അപ്പം വെൽക്കം ടു ദി നെക്സ്റ്റ് ക്ലാസ്. ഓവോധ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ട്രെൻഡ്സ് അനലൈസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ലേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഹൈ ഗൈസ്, വെൽക്കം ടു അവോധാസ് നെക്സ്റ്റ് ക്ലാസ്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ട്രെൻഡ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട്. ഒരു ട്രേഡറിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് ആ ട്രെൻഡാണ്, ആ സമയത്തുള്ള ട്രെൻഡാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്ലാസ്സിനകത്ത് എങ്ങനെയാണ് നമുക്കൊരു ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പലതരം ട്രെൻഡ്സ് നമുക്ക് കാണാം. എന്നിട്ട് ക്ലാസ്സിന്റെ അവസാനം നമുക്ക് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ലൈവായിട്ട് നമുക്ക് പ്രാക്ടിക്കലി ട്രെൻഡുകളുടെ ഇമ്പാക്ട് എങ്ങനെയാണ്, ട്രെൻഡ് എങ്ങനെ വർക്ക്ഔട്ട് ആണ് നമുക്ക് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നതാണ് അപ് ട്രെൻഡ്. ഓക്കെ, അപ് ട്രെൻഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ട്രേഡറിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ നല്ലൊരു സാധനമാണ് അപ് ട്രെൻഡ്. അതായത് മാർക്കറ്റ് വെച്ചടി കയറ്റമുള്ളപ്പോഴാണ് നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഒരു അപ് ട്രെൻഡിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് ആദ്യം നോക്കാം. അപ് ട്രെൻഡിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ their highs, the highs will be higher than the previous high എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഈ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന കാൻഡിൽസ്റ്റിക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു എനി ഗിവൻ പോയിന്റ് ടൈം എടുക്കുകയാണ്. നമ്മളിപ്പോ 1 വീക്ക് ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ 1 വീക്ക് ടൈം പീരീഡിനകത്ത് ഈ സ്റ്റോക്ക് എത്ര ഹൈ ആകുന്നു, നെക്സ്റ്റ് ടൈം ഒരു സ്റ്റോക്ക് അതിന് ഹൈറ്റ് എടുക്കുമ്പോൾ അത് ഇതിനേക്കാളും ഹയർ ആയിരിക്കും. അതാണ് ദ ഹൈ വിൽ ബി ഹയർ ദൻ ദ പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരു സ്റ്റോക്ക് ശരിക്കും പ്രോപ്പർ അപ് ട്രെൻഡിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം സ്റ്റോക്ക് ക്ലിയർലി അപ് ട്രെൻഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുക ഈ കേസിൽ, അല്ലെ? അതായത് നമുക്ക് ഈ ക്യാൻഡിൽസ് ആണെങ്കിൽ തന്നെ മനസ്സിലാവും. ഒരു ക്യാൻഡിൽ ഹൈ ആയി, അടുത്ത ദിവസം ഇതായിരുന്നു ഒരു ദിവസത്തെ ഹൈ ക്യാൻഡിൽ വന്നത്. നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ അതിനേക്കാളും ഹൈ ആയി വന്നു. അതിന് ദിവസം നെഗറ്റീവിലെ ക്ലോസ് ചെയ്തെങ്കിലും ക്യാൻഡിലിന്റെ ഷാഡോ ഹൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെയും ക്യാൻഡിലിന്റെ ഷാഡോ ഹൈ ആയിട്ടുണ്ട്. ക്യാൻഡിൽ ഇവിടെ മാത്രം ഡൗൺ ആയിട്ടുണ്ട്, ഇവിടെ പിന്നെയും ഹൈ ആയി വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ ഈ സാധനം ഹയർ ആൻഡ് ഹയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ട്രെൻഡിന്റെ ഏറ്റവും വലിയ ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹയർ ഹൈസ്. അതായത് ഓരോ പ്രാവശ്യം പോകുമ്പോൾ അതിന്റെ സ്റ്റോക്കിന്റെ ഡേ ഹൈ, ആ ദിവസത്തിന്റെ ഹൈ എപ്പോഴും അപ്പിലായിരിക്കും. അപ്പം ഈ ട്രെൻഡിന്റെ ഏറ്റവും വലിയ ഡിഫൈനിങ് ഫീച്ചർ ഇതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് there will be higher highs in this particular trend. നെക്സ്റ്റ് നോക്കാം ഡൗൺ ട്രെൻഡ്. ഇമേജ് ഇത്തിരി പിക്സലേറ്റഡ് ആണെന്ന് എനിക്കറിയാം. റിയലി സോറി, ഞാൻ ചെറുതാക്കാൻ എനിക്ക് തോന്നുന്നു പിക്സലേറ്റഡ് ആയിരിക്കും. സോ ഡൗൺ ട്രെൻഡിൽ അത് എങ്ങനെയാന്ന് വെച്ചാൽ സിമിലർലി അവിടെ ഹയർ ഹൈസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ലോവർ ലോസ് ആണ് ഡൗൺ ട്രെൻഡ്. അതായത് നമ്മൾ ഒരു വീക്ക് ടൈം പീരീഡ് എടുത്തപ്പോൾ ഇതായിരിക്കും ഏറ്റവും ലോവസ്റ്റ് ലോ. പക്ഷെ നെക്സ്റ്റ് ടൈം ആ ലോവിനെ വെട്ടിക്കാനുള്ള വേറെ ലോ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ വേറെ ലോ വന്നു, പിന്നെ വേറെ ലോ വന്നു, അതിനെ വെട്ടിക്കാൻ വേറെ ലോ വന്നു, ഇതിനെ വെട്ടിക്കാൻ വേറെ ലോ വന്നു, ലോ വന്നുകൊണ്ടിരുന്നിട്ട് Avodha promise you a bright future. Learn now, pay after you land a job. Register now.